ഇതെന്തോ മമ്മി, ഇത് പറിക്കാൻ വേണ്ടിയാണ് എന്നോട് വീഡിയോ എടുക്കാൻ വന്ന് പറഞ്ഞത്. ഇത് പറിക്കാനായിരുന്നടാ, നമ്മുടെ മൽബറിയിലല്ലേ. ഇതാണെങ്കിൽ ഇനിയിപ്പം വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ഇപ്പം നല്ലതാണ്, തളിരില വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് കുറച്ച് തോരൻ വെക്കാം, നമ്മൾ നേരത്തെ വെക്കുന്നതല്ലേ. അപ്പം കുറച്ചാലായിരുന്നില്ല മൽബറി വെച്ച് ഡിഷ് ഉണ്ടാക്കിയിട്ട്. അത് തന്നെ, പുഴുവൊക്കെ ഉണ്ടാവും, കീട ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നെല്ല് എടുത്ത് കളയണം. അപ്പം നമുക്ക് തോരൻ വെക്കുന്ന വീഡിയോ കാണിക്കാമേ. ഇതെന്തോ മമ്മി? പയറ്. നമ്മുടെ വൻപയർ. ഇത് മുളച്ചല്ല. ഇത് ഇച്ചിരി കിളിച്ചു. മമ്മിയാണേലേ ഇന്നലെ വെള്ളത്തിൽ ഇട്ടായിരുന്നു കേട്ടോ. ഇത് ഈ നമ്മളിപ്പോ ഉണ്ടാകാൻ പോകുന്നതിന് വേണ്ടിയതാണ്. ഞാൻ ഈ വൻപയർ കണ്ടോണ്ടാ മൽബറിയെ പറിക്കാനായിട്ട് ഓടിയത്. ഇതിന്റെ കൂടെ നല്ല രസമാണ്, കോമ്പിനേഷനാ. അപ്പൊ എന്തോ ഇനി ചെയ്യുന്നത്? നോക്കാം നമുക്ക് എന്തോ. ഈ ഇലയാണേലേ അതാണ്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുവാണേ. എന്തെങ്കിലും കീടകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ, നമ്മൾ അറിയുന്നില്ലല്ലോ. ചെറിയ പുഴു പോലുള്ള സാധനം എന്തോ ഒരു കീട ഞാൻ കണ്ടായിരുന്നു. അപ്പം തുടങ്ങി എനിക്ക് തുടങ്ങി, നിനക്കറിയാലോ. ഇനി അത് മൊത്തം ഞാൻ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യാതെ എടുക്കത്തില്ല. ഇതൊന്ന് അരിഞ്ഞെടുക്കണം, നമ്മുടെ പയറും ഒന്ന് വേവിച്ചെടുക്കണം, ബാക്കി പുറകാലെ. മോനെ ഞാനാണല്ലേ തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ മഞ്ഞളും ജീരകവും ഇട്ടിട്ടുണ്ടേ. പിന്നെ വേണ്ട, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കക്കാന്താരി, പച്ചക്കാന്താരി ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ അതുകൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്കേ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അതേപോലെ കടുകൊക്കെ പൊട്ടിയേ. അയ്യോ ഏത് എറിക്കുന്നു. പച്ചമുളക് ഇട്ട് കൊടുത്തേ. അയ്യോ ചൂടാടാ കുഞ്ഞേ, എന്നെയാണ് വേർത്തൊഴുകുന്ന കണ്ടോ. ഞാനും വേർത്തു. ഈ എക്സോസ് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കത്തില്ല, അതുകൊണ്ടാട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തേ, എളുപ്പം ചെയ്യാം. അയ്യോ എൻ്റെ മുളക് ഇച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട്. സാരമില്ല. നമുക്കിനി സവാള, കുനുകുന അരഞ്ഞ സവാളയും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇനി നമുക്കാണല്ലേ അതെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മൽബറി ഇലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഇലയൊക്കെ ആണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാനെന്നാ പറയുന്നത്. ഈ മൽബറി ഇല ആണെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ. നല്ല ഹെൽത്തി ആണെന്ന്. ഇത് ഹൈ പ്രോട്ടീൻ ആണ്, അതുപോലെ തന്നെ ഷുഗറുകാർക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ആന്റി ഓക്സിഡന്റ് അങ്ങനെ ഒത്തിരിയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമെന്ന് പറയുന്നത്. ഈ ഇല മാത്രം തോരൻ വെച്ച് കഴിച്ചാലും മതി, പക്ഷെ ഞാൻ ഇതിനകത്ത് പയറൂടെ ആഡ് ചെയ്യുന്നത് പിള്ളേർക്കൂടെ ഒക്കെ വേണ്ടിയത് കൊണ്ടാണ് കേട്ടോ. ഇവിടാണേൽ നല്ല ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പൊ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ കുറച്ച് വെച്ചേക്കുന്നത്. ഇതേ നമ്മുടെ അരപ്പില്ലേ, ആ അരച്ച അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ഇതും ഉണ്ടാക്കിയാ തേങ്ങ അരച്ചില്ലായിരുന്നു അത്. ഇനി നമുക്ക് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ ലാസ്റ്റ് നോക്കണം തോരൻ ഉപ്പ് വേണോന്നൊന്നുകൂടെ. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം. ഇതേ അങ്ങനെ നമ്മുടെ സൂപ്പർ മൽബറിയില തോരനൊക്കെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് മൽബറിയില ഉണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അങ്ങനെ നമ്മുടെ മൽബറിയില നല്ല വിഭവമായിട്ട് കേട്ടോ, അടിപൊളി കേട്ടോ. ഇത് മാത്രം മതി സത്യത്തിൽ ചോറിനകത്തിട്ട് അങ്ങോട്ട് ഇളക്കി അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനാണേലും ഒക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ കമന്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ.